ലഷ്കർ-ഇ തയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ്, പാക് ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ വലങ്കൈ, എല്ലാത്തിലുമുപരി പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ടവൻ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ് സെയ്ഫുള്ള കസൂരി. പാക് സൈന്യത്തിന്റെ പരിപാടികളിൽ പുഷ്പവർഷത്തോടെ സ്വീകരിക്കപ്പെടാറുള്ള ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നതടക്കം വിദ്വേഷ പരാമർശങ്ങൾ നടത്തി കുപ്രസിദ്ധി നേടിയിട്ടുള്ള, കശ്മീർ പിടിച്ചെടുക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഈ കസൂരിയാണ് പഹൽഗാമിൽ എല്ലാം മറന്നാസ്വദിച്ചിരുന്ന ഒരു പറ്റം വിനോദസഞ്ചാരികളുടെ ഇടനെഞ്ചിലൂടെ വെടിയുണ്ട തുളച്ചു കയറുമ്പോൾ തോക്കുധാരികളായ ഭീകരർക്ക് നിർദ്ദേശം നൽകി എല്ലാം നിയന്ത്രിച്ചത്. ജമ്മു കശ്മീരിൽ നേരത്തെ നടന്ന പല ഭീകരാക്രമണങ്ങളിലും കസൂരിയുടെ പേര് ഉയർന്നു കേട്ടതാണ്. ലഷ്കർ-ഇ തയ്ബയുടെ പെഷാവർ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി. പാക് സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ-ഇ തയ്ബയുടെ മറ്റൊരു രൂപമായ ജമാത്ത് ഉദ്ധവ അഥവാ JUDയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി പ്രവർത്തിച്ചിരുന്നു. 2016 US ഭീകരവാദ പട്ടികയിലും 2009 UN ഉപരോധ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘടനയാണ് ഈ പറഞ്ഞ JUD. അത്യാധുനിക ആയുധധാരികളായ ലഷ്കർ തീവ്രവാദികളുടെ സുരക്ഷയിൽ ആഡംബര കാറുകളിലാണ് കസൂരി സഞ്ചരിക്കാറുള്ളത്. 2 മാസം മുൻപ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ച് പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ കസൂരി സൈനികർക്കായി പ്രസംഗിച്ചിരുന്നു. ഈ പരിപാടിയിലാണ് കസൂരിയെ പുഷ്പവർഷത്തോടെ സ്വീകരിച്ചത്. പാക് സൈന്യത്തിലെ കേണൽ സാഹിദ് സരീൻ ഘട്ടക്കിന്റെ ക്ഷണമനുസരിച്ചെത്തിയ കസൂരി അന്ന് ആ വേദിയിൽ വെച്ചാണ് ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് പ്രസംഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ.